അതിൻ്റെ പേരിൽ ഇനി പേടിപ്പിക്കാൻ നോക്കിയിട്ട് പേടിക്കയില്ല. കാവ് പിണറായി വിജയൻ നിങ്ങളിപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണുരുട്ടലുകളുണ്ടല്ലോ, ആ കണ്ണുരുട്ടലിൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ ഡൽഹിയിലേക്ക് ഒരു കാഴ്ചയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. CAA നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾ എടുത്തു നോക്കൂ. സത്യസന്ധമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി നിങ്ങൾ ചിത്രങ്ങൾ എടുത്തു നോക്കൂ. ഒരു ഭാഗത്ത് സംഘപരിവാറിന്റെ ഗുണ്ടകൾ, ആ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന BJPയുടെ ഭരണകൂട പോലീസ്, ഡൽഹി പോലീസ്, രണ്ട് കൂട്ടരുടെയും കയ്യിൽ ആയുധമുണ്ട്, വടിയുണ്ട്, കത്തിയും വടിവാളും തോക്കുമുണ്ട്. അതെല്ലാം ചൂണ്ടിപ്പിടിച്ച് ഭീഷണിയുടെ സ്വരവുമായി ഡൽഹി അടക്കി ഭരിക്കുന്ന സംഘപരിവാറിന്റെ ഗുണ്ടകളുടെയും പോലീസിന്റെയും മുന്നിൽ വിരൽ ചൂണ്ടി നിൽക്കുന്ന പെൺകുട്ടികളുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? ആ ചിത്രത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി എന്ന് പിണറായി വിജയൻ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ കുട്ടികളെയും അവരുടെ പ്രസ്ഥാനത്തെയും ദണ്ഡം കോളേജിലെ പേനക്കത്തി കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കരുത് എന്ന് മാത്രം അദ്ദേഹത്തെ ഓർമ്മ. സംഘപരിവാറിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ ആഗ്രഹിക്കുന്ന ഒരു വംശീയ ഹിന്ദുത്വ രാഷ്ട്രം, അതതിൻ്റെ പൂർണ്ണതയിൽ രൂപപ്പെടുത്തുന്നതിന് ജനാധിപത്യത്തിലൂടെ ലഭിച്ച അധികാരത്തെ ഉപയോഗിക്കുകയാണ് സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യം ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ച് അവർക്ക് ഒരു പദ്ധതി സംഘപരിവാറിനുണ്ട്. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെന്റ് സെഷന്റെ പരിഗണനയിൽ വരാൻ പോകുന്ന 2 നിയമനിർമ്മാണങ്ങൾ, ഒന്ന് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുമാണ്. ഇതെല്ലാം RSS ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് ഘടനാപരമായി വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന നിലക്ക് RSS നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 2024 തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ജനങ്ങൾ സംഘപരിവാറിനെ പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ നിർവഹിച്ച ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ട് കൂടിയായിരുന്നു 2024 തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നത്. ഇങ്ങനെ ഒരു സർക്കാർ ഇവിടെ മുന്നോട്ട് പോകാൻ പാടില്ല. ഈ ഭരണകൂടത്തെ എത്രയും വേഗം അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം. അതിനെന്താണ് വഴി? അതിനൊരു വഴി മാത്രമേ ഉള്ളൂ. സംഘപരിവാർ അല്ലാത്ത ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതസാമൂഹിക വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രയാണം അവർ തുടരും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ RSS നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ സവിശേഷമായി രാഷ്ട്രത്തിൻ്റെ മറുവശത്ത് നിർത്തിക്കൊണ്ടാണ് എല്ലാ നിയമനിർമ്മാണങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. CAA ആയാലും, മുത്തലാഖ് ബില്ലായാലും, കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്യലായാലും, അങ്ങനെ ഏത് നിയമങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെ എല്ലാം ഉള്ളിൽ മുസ്ലിം അപരനാണ്. ആ മുസ്ലിം അപരനെതിരെ ഭൂരിപക്ഷ വിഭാഗങ്ങളുടെ ആശയാഭിലാഷങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഇന്ത്യയിൽ സംഘപരിവാർ മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് എന്ന തീരുമാനമുണ്ടാകുന്നത്. ആ തീരുമാനത്തിൻ്റെ വഴിയാണ് ഞാൻ സൂചിപ്പിച്ചത് യോജിപ്പ് എന്നത്. പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 2024 തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ഒരാവേശം, ഒരു പ്രതീക്ഷ, അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന് പകരം ആ നേടിയെടുത്ത ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയുന്ന നിലപാടാണ് നമ്മുടെ രാജ്യത്ത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സദസ്സ് പോലും വളരെ ദൗർഭാഗ്യകരമായ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. സംഘപരിവാറിനെതിരെ ഒരുമിച്ച് നിന്ന് സംസാരിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ, അതിനു മാത്രമായി ഊർജം ചിലവഴിക്കേണ്ട ഒരു സന്ദർഭത്തിൽ, സംഘപരിവാർ വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിക്കേണ്ട ആളുകൾ കാര്യങ്ങൾ പരസ്പരം വിശദീകരിക്കേണ്ടി വരുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമായി കാണുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ ചില സന്ദർഭങ്ങൾ അനിവാര്യമായ ചില കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിതമാക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2024 തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ യോജിപ്പിലൂടെ മാത്രം ഉണ്ടായതല്ല. നമുക്കറിയാം, BJP തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പറഞ്ഞിരുന്നത് ഞങ്ങൾ 400 സീറ്റ് നേടുമെന്നാണ്. 400 സീറ്റ് നേടുന്നത് എന്തിനാണ്? ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ, സമ്പൂർണമായ ഭേദഗതിയിലേക്ക് പോകണമെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ ഭൂരിപക്ഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടാകണം. അതാണ് 400. ആ 400 സീറ്റിന്റെ വിജയവും ഭരണഘടനാ ഭേദഗതിയിലൂടെയും RSSന്റെ 100ാം വർഷത്തിൽ ആഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതി, ഇതായിരുന്നു സംഘപരിവാർ, BJP, RSS മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രം ബാധിക്കുന്നതല്ല, ഇന്ത്യയിലെ സാമൂഹിക ജനവിഭാഗങ്ങളെ ബാധിക്കുന്നതാണ്. RSSന്റെ ഹിന്ദു രാഷ്ട്രമെന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രത്തിൽ എല്ലാവരും തുല്യരല്ല. 2, 3, 4 തരം പൗരന്മാർ, പൗരത്വ സ്റ്റാറ്റസ് ഉള്ള ഒരു രാജ്യത്തെക്കുറിച്ചാണ് RSS സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് RSSന്റെ മേധാവിയായിരുന്ന മോഹൻ ഭഗവത് പറഞ്ഞു, എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണ്. അതൊരു സ്റ്റേറ്റ്മെന്റാണ്. അദ്ദേഹം ഒരു ഭാഗത്ത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലോകരാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരാധുനിക ജനാധിപത്യ രാഷ്ട്രം, മതനിരപേക്ഷ സ്വഭാവത്തിലുള്ള ഒരു രാഷ്ട്രം ഒരു വംശീയ രാഷ്ട്രമായി പരിവർത്തിക്കപ്പെടുന്നതിന് രാജ്യത്ത്, ലോകത്തിന് മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകും. അത് അസാധ്യമായ ഒരു കാര്യമൊന്നുമല്ല. ലോകത്തെ ഏറ്റവും വലിയ വംശീയ ഭ്രാന്തൻ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് ഇന്ത്യക്കൊരു വംശീയ രാഷ്ട്രമായി പരിവർത്തിക്കപ്പെടുന്നതിന് വലിയ പ്രയാസമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായി ചില ചോദ്യങ്ങളുണ്ടാകും. ആ ചോദ്യങ്ങളോടുള്ള ഉത്തരമായിട്ടാണ് മോഹൻ ഭഗവത് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ഹിന്ദുക്കൾ എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതൊരു സാംസ്കാരിക ദേശീയതയുടെ ഭാഗമായിട്ടാണ് ആ പ്രയോഗം വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞു, ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകണ്ട എന്ന് വിചാരിച്ച അദ്ദേഹം കൂട്ടത്തിൽ തന്നെ പറഞ്ഞു, പക്ഷേ 4 തരം ഹിന്ദുക്കൾ ഇന്ത്യയിലുണ്ട്. ഏതാണ് 4 തരം ഹിന്ദുക്കൾ? 1 അഭിമാനികളായ ഹിന്ദുക്കൾ, 2 സന്ദേഹികളായ ഹിന്ദുക്കൾ, 3 അജ്ഞാനികളായ, വിവരമില്ലാത്ത, വിവരം കുറഞ്ഞ ഹിന്ദുക്കൾ, മറ്റൊന്ന് വിരോധികളായ ഹിന്ദുക്കൾ. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇതിലൊരു കൂട്ടർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ശരിയായ സ്റ്റാറ്റസ് ഉള്ളത്. അത് അഭിമാനിയായ ഹിന്ദുവാണ്. ബാക്കിയുള്ള 3 തരത്തിൽപ്പെട്ടവർ, അവരിൽ ആരൊക്കെ പെടുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, അതിൽ ഇന്ത്യയിൽ ചില ആളുകൾ പെടും. ഈ സാംസ്കാരിക ദേശീയതയുടെ മറുവശം നിൽക്കുന്നവർ, ഈ സാംസ്കാരിക ദേശീയതയെ ഉൾക്കൊള്ളാത്തവർ, അതിനോട് വിരോധം വെച്ച് പുലർത്തുന്നവർ, അവരാണ് ഈ 4 തരം ആളുകൾ. എന്ന് പറഞ്ഞാൽ സംഘപരിവാർ ഉണ്ടാക്കാൻ പോകുന്ന ഹിന്ദുത്വ വംശീയ രാഷ്ട്രത്തിൽ ഈ രാജ്യത്തെ പൗരന്മാരുടെ സ്റ്റാറ്റസ് മിനിമം 4 ഉണ്ടാകുമെന്ന്
മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ആ RSS ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി 400 സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ആ സീറ്റ് അവർക്ക് ലഭിച്ചാൽ അതിന്ത്യയിൽ ഏതൊക്കെ ജനവിഭാഗങ്ങളെയാണ് ബാധിക്കാൻ പോകുന്നത്? ഒന്നാമതായി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കും. കാരണം മോഹൻ ഭഗവത്തിന്റെ ആചാര്യൻ ഗോൾവാൾക്കർ മുസ്ലിങ്ങളെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചതാണ്. രണ്ടാമതായി ഇന്ത്യയിലെ ക്രൈസ്തവർ, കാസയെ പോലെ സംഘപരിവാറിന്റെ കൊട്ടേഷൻ ജോലി ചെയ്യുന്ന ചില ആളുകൾ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭ്യാസങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ സംഘപരിവാറിന്റെ ബുക്കിൽ 2ാം സ്ഥാനത്ത് ഇന്ത്യയിലെ ക്രൈസ്തവരാണ്. വംശീയ ഉന്മൂലനത്തിന് കുറിതട്ടു നിർത്തിയിരിക്കുന്ന സംഘപരിവാർ അതിനെ അടയാളപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു ജനവിഭാഗമാണ്. മൂന്നാമത്തേത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് മോഹൻ ഭഗവത് ഗോൾവാൾക്കർ ഈ പുസ്തകം എഴുതുന്ന കാലത്ത് ഒരു കമ്മ്യൂണിസം ഉണ്ട്. അതൊരിക്കലും പിണറായി വിജയന്റെ കമ്മ്യൂണിസമല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നെങ്ങാനും ഗോൾവാൾക്കർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പുസ്തക പ്രസാധകരോട് പറയുമായിരുന്നു, ആ പുസ്തകത്തിലെ 3 പേരുടെ സ്ഥാനത്ത് 2 ആളെ നിർത്തിയാൽ മതി, മൂന്നാമത്തതിന്റെ ബ്രാക്കറ്റിൽ പിണറായി വിജയന്റെ CPM ഒഴികെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അദ്ദേഹം എഡിറ്റ് ചെയ്യുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാലും ഇരിക്കട്ടെ, പിണറായി വിജയന് കേരളത്തിന് പുറത്തുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, ഓരും ഈ പട്ടികയിലുണ്ട്. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, തങ്ങളുടെ കേസൊക്കെ ഒതുക്കി തീർത്തതുപോലെ ഗോൾവാൾക്കറുടെ പട്ടികയിൽ നിന്ന് കേരളത്തിലെ CPM രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള CPMകാരുണ്ടല്ലോ, അവരുടെ കാര്യത്തിലെങ്കിലും ഞങ്ങൾക്ക് തൽക്കാലം ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യത്തോടു കൂടിയാണ് ഞാൻ അവരെ ആ പട്ടികയിൽ നിർത്തുന്നത്. ഈ ആളുകൾ, ഇത്തരം ആളുകളുണ്ട്. ഇന്ത്യയിൽ ആദിവാസികൾ അവരുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അവരോട് എന്താണ് സംഘപരിവാറിന്റെ നിലപാടെന്നറിയാം. ഇന്ത്യയിലെ ദളിതർ ക്രൂരമായ വംശീയാക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന, നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമാണ്. ഇന്ത്യയിലെ പിന്നാക്ക ഹിന്ദുക്കൾ, ഗോൾവാൾക്കർ പറഞ്ഞ ഈ 1ാമത്തെ പട്ടികയല്ലാത്ത എല്ലാ മനുഷ്യരും 400 സീറ്റ് RSSന് കിട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആശങ്കയുള്ളവരാണ്. അതുകൊണ്ടാണ് OBC ഹിന്ദുക്കൾ, യാദവർ, അതേപോലെ സിഖുകാർ അവരെല്ലാവരും ആശങ്കാകുലരായി. അവിടെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. കോൺഗ്രസിന്റെയോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയോ സംഘടിതമായ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ട് അല്ല ഇന്ത്യയുടെ പാർലമെന്റിൽ BJPക്ക് ഒറ്റക്കക്ഷിക്ക് ഭൂരിപക്ഷം എന്നിടത്ത് നിന്ന് 235 സീറ്റിലേക്ക് BJP താഴ്ന്നതിന്റെ കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരോ പാർട്ടികളോ നടത്തിയ പ്രവർത്തനത്തെക്കാൾ സംഘപരിവാറിന് ഭൂരിപക്ഷം കിട്ടിയാൽ എന്തായിരിക്കും ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയുള്ള ജനവിഭാഗങ്ങളുടെ യോജിച്ച് നിൽപ്പിന്റെ റിസൾട്ടാണ്. അതിന്റെ ഗുണഭോക്താക്കൾ മാത്രമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന തിരിച്ചറിവുണ്ടാകണം. ഈ തിരിച്ചറിവാണ് 2024 തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് നൽകേണ്ടത്. അതുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ യോജിപ്പുണ്ടാകണം. ഇന്ത്യ മുന്നണിയിൽ ഒരു പാർട്ടി, പ്രധാന പാർട്ടിയാണ് കോൺഗ്രസ്. അതേപോലെ അതിൽ ആ മുന്നണിയിൽപ്പെട്ട കക്ഷിയാണ് കേരളത്തിലെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ പാർട്ടികളും, CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകണം. ആ യോജിപ്പ് രാജ്യം, ലോകം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ നമ്മൾ എടുത്തു നോക്കൂ. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDFന്റെ നേതൃത്വത്തിൽ വമ്പിച്ച വിജയമുണ്ടായി. അത് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ വിജയമായിട്ടാണോ കാണുന്നത്? ആ സംഘടനാ സംവിധാനത്തിന്റെ മികവായിട്ടാണോ കാണുന്നത്? കേരളത്തിലെ ജനങ്ങൾ RSSന് ഭൂരിപക്ഷം കിട്ടാതിരിക്കണമെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ തന്നെ അതിലൊരു കക്ഷിക്ക്, പ്രധാന കക്ഷിക്ക് കൂടുതൽ സീറ്റ് ഉണ്ടാകണമെന്ന കേരളീയരുടെ രാഷ്ട്രീയ ബോധം. കേരളത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ, വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് നയം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇടതുപക്ഷം കേരളത്തിലെ ഒരു ഭരണകക്ഷിയായിരിക്കുമ്പോൾ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തി സ്ഥാപിക്കുകയല്ല മലയാളികൾ ചെയ്യേണ്ടത്. ഇന്ത്യയെ തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിന് വോട്ട് വിനിയോഗിക്കുകയാണ് വേണ്ടത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലായിടങ്ങളിലും പൊതുയോഗം നടത്തി, രാഷ്ട്രീയ വിശദീകരണങ്ങൾ നടത്തി. അദ്ദേഹം അവരുടെ ആ രാഷ്ട്രീയ ആശയത്തിലേക്ക് ആളുകളുടെ വോട്ട് അഭ്യർത്ഥിച്ചു. മറുവശത്ത് അത് ചെയ്യരുത് എന്ന നിലപാട് ഞങ്ങളും പറഞ്ഞു.
ഏതാ കേരളം സ്വീകരിച്ചത്? അത് ഞങ്ങളുടെ മാത്രം ഒരു മികവായിട്ടല്ല, മലയാളിയുടെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഫലമാണ്. ആ രാഷ്ട്രീയ പ്രബുദ്ധതയെ തിരിച്ചറിയാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പുലയാട്ടലിന്റെ കാരണം. അതൊരു രാഷ്ട്രീയ തിരിച്ചറിവായിരുന്നു. ഇത് ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശമാണ്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് 4 സീറ്റ് കുറഞ്ഞു, 4 MP-മാരുടെ എണ്ണം കുറഞ്ഞു. അവിടെ നിന്ന് അവിടെ തന്നെ ഒരു പ്രസ്ഥാനം അവസാനിച്ചു പോകില്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളും കാലാവസ്ഥയും മാറി വരുമ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മെച്ചപ്പെടും. പക്ഷേ കേരളത്തിൽ CPM തീരുമാനിച്ചതൊന്നുമല്ല. ഇന്ത്യ നിലനിൽക്കണോ, ഇന്ത്യ മുന്നണി നിലനിൽക്കണോ, സംഘപരിവാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണോ, ഇതൊന്നും കേരളത്തിലെ CPM-ന്റെ ഒരു പ്രശ്നമല്ല. കേരളത്തിലെ CPM തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ തുടർന്നും ഭരിക്കണം. ഇന്ത്യ BJP ഭരിക്കോ, നരേന്ദ്രമോദി ഭരിക്കുകയോ, അമിത്ഷാ ഭരിക്കുകയോ, ആദിത്യനാഥ് ഭരിക്കുകയോ, അതിനേക്കാൾ കൂടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഭരിച്ചോ, പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്ക് ഭരിക്കണം. കേരളത്തിൽ ഞങ്ങൾക്ക് ഭരിക്കണമെങ്കിൽ എന്താ വഴി? ഇന്ത്യ മുന്നണി ഉൽപ്പാദിപ്പിച്ച പൊതുരാഷ്ട്രീയം, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ ധാരയിൽ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഭരണം കിട്ടണമെന്നില്ല. ഇന്ത്യയിലെ വിവിധ മതസമൂഹങ്ങൾ യോജിച്ചു നിന്ന് പ്രകടിപ്പിച്ച രാഷ്ട്രീയ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അധികാരം കിട്ടണമെന്നില്ല. അധികാരം കിട്ടാൻ എന്താ വഴി? അധികാരം കിട്ടാനുള്ള വഴി ഇന്ത്യയിൽ അധികാരം നേടിയെടുത്ത സംഘപരിവാർ അധികാര നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ച അതേ ഇക്വേഷൻ CPM സ്വീകരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിൻ എന്തായിരുന്നു? പൗരത്വ നിയമം നടപ്പാക്കില്ല, ഫലസ്തീൻ ഐക്യദാർഢ്യം. ഇതായിരുന്നു ആ സമയത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ. എന്താ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഉള്ളടക്കത്തിന് കാരണം? അത് ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമോ, അത് സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയമോ, സയനിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമോ എന്ന നിലക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കേരളത്തിലെ CPM സ്വീകരിക്കുന്ന നിലപാടിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. മറിച്ച് അത് മറ്റൊരു ഇക്വേഷനാണ്. കാരണം കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം 30% മുസ്ലിങ്ങളാണ്. ഈ 30% വരുന്ന മുസ്ലിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് മലബാറിലെ 7-8 പാർലമെന്റ് മണ്ഡലങ്ങളിലാണ്. ഈ പാർലമെന്റ് മണ്ഡലങ്ങൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ 2 സീറ്റുകൾ, പാലക്കാട് ജില്ലയിലെ 2 സീറ്റുകൾ ഉൾപ്പെടുന്ന ഈ മേഖല, ഇവിടുത്തെ വോട്ട് നിർണ്ണയിക്കുന്നതിൽ, തെരഞ്ഞെടുപ്പ് ഫലം നിർണ്ണയിക്കുന്നതിൽ മുസ്ലിങ്ങൾ ഒരു നിർണായക ഘടകമാണ്. പാർലമെന്റ് മണ്ഡലത്തിന്റെ ഘടന അങ്ങനെയാണ്. പക്ഷേ നിയമസഭാ മണ്ഡലത്തിന്റെ ഘടന അങ്ങനെയല്ല. പാർലമെന്റ് മണ്ഡലത്തിന്റെ ഘടനയിൽ മുസ്ലിം സമൂഹത്തിന് അനുകൂലമാണ് തങ്ങൾ നിൽക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കി, ആ പ്രതീതി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പാർലമെന്റ് സീറ്റുകൾ നേടിയാൽ അതൊരു കുതിച്ചുകയറ്റമാണ്. കാരണം കഴിഞ്ഞ തവണ 1 സീറ്റാണുള്ളത്. അതൊന്നിൽ നിന്ന് മുന്നോട്ട് പോയാൽ അതൊരു വളർച്ചയായി കാണിക്കാൻ കഴിയും. അതിനുവേണ്ടി സ്വീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് സമീപനമായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഞാൻ ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം പൗരത്വ നിയമം ഇവിടെ നടപ്പാക്കൂല. അത് കേട്ടിട്ട് ഒരു കുട്ടി വോട്ട് ചെയ്തില്ല. അത് പറഞ്ഞപ്പോഴേ ഞങ്ങൾ സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു, സഖാവേ, ഇത് പറഞ്ഞ് ആരോഗ്യം കളയരുത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് എത്ര തവണ പ്രസംഗിച്ചാലും ആരെ വോട്ട് ഇതിൻ്റെ പേര് കിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ള വോട്ട് കൂടി പോകും. എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ K. സുധാകരനൊക്കെ അല്പം രാഷ്ട്രീയ റിട്ടയർമെന്റ് എടുത്താലോ എന്ന് ആലോചിച്ച് മത്സരിച്ചതാ. പക്ഷേ അവിടുത്തെ ജനങ്ങളെല്ലാം കൂടി മൂപ്പിന് 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. കാരണം അത് വേറൊരു കൺസേൺ ആണ്. ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് ഉള്ള വോട്ടാണ്. ആ വോട്ടിൽ സംഘപരിവാറിനെ പരാജയപ്പെടുത്തുന്നിടത്തുള്ള മുൻകൈ എന്ന നിലക്ക് UDF-ന് കിട്ടിയതാണ്. CPM-ന്റെ ക്യാമ്പയിൻ മറ്റൊന്നായിരുന്നു. അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നിലപാട് മാറി. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒരു വശത്ത് നിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ്. ഇനി നമ്മൾ മനസ്സിലാക്കണം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഇലക്ഷൻ സ്ക്രിപ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ P. ജയരാജന്റെ പുസ്തകം വായിച്ചാൽ മതി. P. ജയരാജന്റെ പുസ്തകം ഉണ്ടല്ലോ, കോഴിക്കോട് പ്രസിദ്ധീകരിച്ച പുസ്തകം. ആ പുസ്തകത്തിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഏതാണ്ടിക്കല്ല കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും അത് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ CPM നേതാക്കളോട് ചോദിക്കും, അല്ല നിങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരെയല്ലേ പ്രസംഗിക്കുന്നത്? അപ്പം മറുപടി ആര് പറഞ്ഞു? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയല്ലേ, ഞങ്ങൾ വെൽഫെയർ പാർട്ടിക്കെതിരെയല്ലേ. ഇന്നിപ്പോൾ ജയരാജൻ ഇന്നലെ
തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ ഫെസ്റ്റിവലിൽ സംസാരിച്ചു. ഞങ്ങൾ തീവ്രവാദികളായ ചില മുസ്ലിം ഗ്രൂപ്പുകളെ മാത്രമാണ് എതിർക്കുന്നത്, സമുദായത്തെ എതിർക്കുന്നില്ല. പക്ഷേ ജയരാജന്റെ പുസ്തകം എടുത്തു നോക്കൂ, മുഴുവൻ മുസ്ലിം വിഭാഗങ്ങളെയും എണ്ണമിട്ട് അക്കമിട്ട് അദ്ദേഹം അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്. CPM-ന്റെ കൂടെ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. ഒന്ന് മുസ്ലിം INL-ഉം മറ്റൊന്ന് PDP-യും. ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും അതിന് രൂപീകൃതമായ സാഹചര്യങ്ങളെയും അതിൻ്റെ നേതാക്കന്മാരെയും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് P. ജയരാജൻ ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് പുസ്തകം എഴുതുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിക രാഷ്ട്രീയത്തിൻ്റെ അപകടത്തെക്കുറിച്ച് P. ജയരാജനാണ് പുസ്തകം എഴുതുന്നത്. ജയരാജന്റെ കൈ RSSകാർ വെട്ടിക്കളഞ്ഞതാണ്. തുന്നിച്ചേർത്ത കൈയുമായിട്ടാണ് ജയരാജൻ പുസ്തകം എഴുതിയത്. ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് RSS ആണ്. RSS ഇന്ത്യയിൽ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവിൻ്റെ മുൻഗണന ഇല്ലാത്ത ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് പുസ്തകം എഴുതലാണ്. അതൊരു സ്ക്രിപ്റ്റാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഈ മുൻഗണന ഇവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തയ്യാറാക്കിയിരിക്കുന്ന ഇക്വേഷൻ മുസ്ലിം റെപ്രസെന്റേഷൻ ഇല്ലാത്ത സർക്കാർ, മുസ്ലിം ജനവിഭാഗങ്ങളാൽ നിയന്ത്രിക്കപ്പെടാത്ത സർക്കാർ എന്ന ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം ഇതര ജനവിഭാഗങ്ങളെ എത്തിക്കുക എന്നതാണ് CPM-ന്റെ പ്ലാൻ. അതുകൊണ്ടാണ് നിരന്തരമായി മുസ്ലിം രാഷ്ട്രീയാധികാരത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു 4,10,000 വോട്ടിന്. പ്രിയങ്ക ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്, BJP-യുടെ പ്രതിനിധിയല്ല. എന്തിനാണ് CPM-ന് ഇത്ര അസ്വസ്ഥത? ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു. CPM-നോ CPI-ക്കോ അവിടെ വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമല്ല. ഇനി സാക്ഷാൽ പിണറായി വിജയൻ പോയിട്ട് വയനാട്ടിൽ മത്സരിച്ചാലും 4,10,000 വല്ലോ 4,07,000 8,000 കുറയുമെന്നല്ലാതെ അവിടെ ജയിക്കുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചത് എന്തുകൊണ്ടാണ് CPM-ന് ഇത്രയും വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നത് എന്നറിയണമെങ്കിൽ ഗോവിന്ദൻ മാഷിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മതി. മാഷിന്റെ പ്രസംഗം കേട്ടല്ലോ. വയനാട് ലോകസഭാ മണ്ഡലത്തിൽ ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ കാരണം വയനാട് ലോകസഭാ മണ്ഡല പരിധിയിൽ ഏറ്റവും വലിയ ജനവിഭാഗം മുസ്ലിങ്ങളായതുകൊണ്ടാണ്. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ, SDPI ഉണ്ടോ, വെൽഫെയർ പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മുസ്ലിം സംഘടനയെ കുറിച്ചാണോ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയെടുത്താൽ, പ്രത്യയശാസ്ത്ര ഭാഷ കടമെടുത്താൽ, മുസ്ലിങ്ങൾ ഖനീഭവിച്ചുണ്ടായ വിജയമാണ് പ്രിയങ്ക ഗാന്ധിയുടേത്. മുസ്ലിങ്ങളെല്ലാം കൂടി ഏകീകരിച്ച് വന്നപ്പോഴുണ്ടായ വിജയമാണ്. എന്താണ് മുസ്ലിം വോട്ടിനെ ഇത്രയും പ്രശ്നവൽക്കരിക്കുന്നത്? ഒരു സാധാരണ മുസ്ലിമിന്റെ വോട്ട് വിനിയോഗം ഒരു തീവ്രവാദ പ്രവർത്തനമായി മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം പ്രതിനിധാനത്തെ പ്രശ്നമാക്കുക, മുസ്ലിങ്ങളുടെ പിന്തുണയുള്ള കക്ഷിയായി UDF-നെ ചിത്രീകരിക്കുക, ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ പ്രശ്നവൽക്കരിക്കുന്നു, അവർ തീവ്രവാദികളാണ്, അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി അന്തർദേശീയ ബന്ധങ്ങളുള്ള ആളുകളാണെന്ന് പറഞ്ഞ് ഒരു കഥ ഒരു കാര്യമുണ്ടായിക്കൊണ്ടുവരുന്നു. ചെറുപ്പകാലം മുതൽ കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കുന്ന മുദ്രാവാക്യവും പാട്ടുമൊക്കെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, നമുക്ക് നഷ്ടപ്പെടാൻ കൈവിലങ്ങുകളല്ലാതൊന്നുമില്ല, കിട്ടാനുണ്ട് പുതിയൊരു ലോകം, നമ്മൾ ഭരിക്കും ലോകം, നൂതന ലോകം എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യം. സാർവലൗകികതയാണ് അതിൻ്റെ സിദ്ധാന്തം. അവരുടെ സമ്മേളനങ്ങളിൽ അന്തർദേശീയ പ്രതിനിധികൾ വന്നിരിക്കാറുണ്ട്. ഇപ്പോൾ നടക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസിലും ഉണ്ടാകും അന്തർദേശീയ പ്രതിനിധികൾ. അതെല്ലാം സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ കേരളത്തിലെ ഒരു മതസംഘടനയെ ഗുരുതരമായ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണെന്ന് ചിത്രീകരിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് അവർക്ക് അന്തർദേശീയ ബന്ധമുണ്ട്. ഇയാളെങ്ങാനും ട്രംപിന്റെ അധികാരം കിട്ടിയിരുന്നെങ്കിൽ കായും ചങ്ങലയല്ല കാൽച്ചങ്ങലയല്ല നാവും കൂടി ബന്ധിച്ചിട്ട് അയാൾ എങ്ങോട്ടെങ്കിലും ആട്ടുകാർ നാട് നടത്തിയേനെ. എന്തൊരു മനുഷ്യത്വ വിരുദ്ധമായ പ്രയോഗം, അന്തർദേശീയ ബന്ധം. ആ പ്രസംഗത്തിലാണ് വന്നത്. നേരത്തെ അന്തരിച്ച നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടാക്കിയ സിദ്ധാന്തം ഉണ്ടായിരുന്നു. എന്താണ്? അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി കേരളം പിടിക്കാൻ പോകുന്നു. ഇതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പൊളിറ്റിക്കൽ നരേഷൻ. എന്താ ഈ 3 പേരുടെ പ്രത്യേകത? 3 പേരും മുസ്ലിങ്ങളാ. അതിനു മുമ്പ് അദ്ദേഹം വേറൊരു പ്രയോഗം നടത്തിയിരുന്നു. കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി.
മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി കേരളം പിടിക്കാൻ പോകുന്നു. അപ്പൊ ആരോടാ മെസ്സേജ്? പാർട്ടി ഏതാ? CPM ഏതാ? മതനിരപേക്ഷ പാർട്ടി, ജനാധിപത്യ പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്നാണ് CPM അവകാശപ്പെടുന്നത്. അതിൻ്റെ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും കൂടി കേരളം പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റായി തൽക്കാലം മനസ്സിലാക്കാം. കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും കൂടി കേരളം പിടിക്കാൻ പോകുന്നു. അതല്ല, കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി. അപ്പൊ ബാക്കിയൊരു സമുദായത്തിന്, ഇതിന് പുറത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് മെസ്സേജ് കൊടുക്കുകയാണ്, ദാ നിങ്ങൾക്ക് അധികാരം വേണമെന്നുണ്ടോ എങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തോളൂ, അങ്ങനെ അല്ലെങ്കിൽ ഇവർ കൊണ്ടുപോകും. ആ നിൽപ്പിലാണ് മാണി സാറ് മരിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി അവിടെ ഒരു രക്ഷയില്ലാണ്ട് വന്ന് മുന്നണി ചാടി ഇപ്പുറത്ത് വന്നു. അപ്പോൾ ഇതാ എഡിറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗോൾവാൾക്കർ എഡിറ്റ് ചെയ്യുമായിരുന്നു എന്നതുപോലത്തെ ഒരു എഡിറ്റിംഗ്. ആ എഡിറ്റിങ്ങിലാണ് കുഞ്ഞുമാണി കുഞ്ഞുഞ്ഞ് രണ്ടിനെയും വെട്ടി അവിടേക്ക് ഹസൻ അമീർ കൊണ്ടുവന്നു. എന്താ ഈക്വേഷൻ്റെ കാര്യം? UDF കൺവീനർ MMSN നിലമ്പൂരിലൂടെങ്ങാണ്ട് പോയപ്പോൾ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി അമീറിൻ്റെ വീട്ടിൽ കയറി ഒരു വിത്തൗട്ട് ചായ കുടിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ആ രണ്ടുപേരെയും കൂടി അവിടേക്ക് ചേർത്ത് വെച്ചു. ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ കേരളം പിടിക്കാൻ പോകുന്നു. എന്താ സന്ദേശം? മുസ്ലിങ്ങൾ കേരളം പിടിക്കാൻ പോകുന്നു. പിടിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ അവർ ഞങ്ങൾ വോട്ട് ചെയ്യുക. ഈ ഇക്വേഷന്റെ വികസിത രൂപമാണ് P ജയരാജന്റെ പുസ്തകവും തുടർന്ന് കേരളത്തിൽ CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ലൈനും. അതുകൊണ്ടാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ പിണറായി വിജയൻ അന്തർദേശീയ ബന്ധം മാത്രമല്ല പറഞ്ഞത്. 2021 തെരഞ്ഞെടുപ്പിൽ അമീർ പിടിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് അമീറൊന്നുമല്ല, ഖലീഫ തന്നെയാണ് ഭരിക്കാൻ പോണെന്നാണ്. ഖലീഫയുടെ ഭരണം വരാൻ പോകുന്നു. വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞങ്ങൾ വോട്ട് ചെയ്യണം. നിങ്ങൾ ആലോചിക്കൂ, CPM എപ്പോഴും പറയുന്ന ഒരു കാര്യം, മതത്തെ ഉപയോഗിക്കുന്നു, മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ വരാൻ പാടില്ല. CPM ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കേരളത്തിലെ മതസമൂഹങ്ങളുടെ ആന്തരിക വൈരുദ്ധ്യങ്ങളെ പരമാവധി ഉത്തേജിപ്പിക്കുന്നു, ഇല്ലാത്ത പ്രശ്നത്തെ നിർമ്മിക്കുന്നു. കേരളത്തിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഹിന്ദുക്കളും തമ്മിൽ സംഘർഷമില്ല. കമ്മ്യൂണിറ്റികൾ എന്ന നിലക്ക് അവർ സംഘർഷത്തിലല്ല. പക്ഷെ CPM ശ്രമിക്കുന്നത് ഈ 3 കമ്മ്യൂണിറ്റികളെ തമ്മിൽ സംഘർഷത്തിലാക്കുകയാണ്. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ ഒരു സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും ഏകോപിപ്പിക്കുക എന്ന മതവിഭജനമാണ് CPM നടത്തുന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന അന്തർദേശീയ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നൊരാശയമുണ്ട്, ഇല്ലാത്തതാണ്, നിർമ്മിക്കപ്പെടുകയാണ്. മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണ്, അവർ അപകടകാരികളാണ്, അവരെ ഭയപ്പെടണം, അവർ ഇന്നില്ലെങ്കിൽ നാളെ സംഭവിക്കും. മോഹനമാഷ പ്രസംഗം, നിങ്ങളുടെ നാട്ടുകാരനാണല്ലോ മോഹനമാഷ്, ഗോവിന്ദൻ മാഷ്, മോഹനൻ മാഷ്, കുറേ മാഷന്മാരുണ്ട്. ഈ മാഷന്മാരൊന്നും മര്യാദക്കുള്ള കാര്യമല്ല പഠിപ്പിക്കുന്നത്, ഒക്കെ മോശമായ കാര്യമാണ് പഠിപ്പിക്കുന്നത്. ഈ മാഷന്മാരുടെ സ്കൂളിലിരുന്ന ക്ലാസ്സിലിരുന്ന് ഏതെങ്കിലും കുട്ടിയുടെ വഴിയിലൊന്ന് കണ്ടുകിട്ടണമെന്ന് ആഗ്രഹിച്ച് കുറേ നാളായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായിരുന്നു ഇവർ മാഷന്മാരായിരുന്ന കാലത്ത് പഠിപ്പിച്ചതെന്ന് അറിയാനാ. 2 മാഷ്, ആ മാഷ് തളിപ്പറമ്പിൽ പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടല്ലോ. ഇരിക്കുന്ന സദസ്സിനോട് മൂപ്പിൽ പറയുകയാണ്, എല്ലാവരും ഒന്ന് കണ്ണടച്ചാളി. മെക്സവന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ പ്രസംഗമാണ് കേട്ടോ, മെക്സവന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ പ്രസംഗമാണ്. അപ്പോൾ മൂപ്പിൽ പറഞ്ഞ് എല്ലാവരും ഒന്ന് കണ്ണടച്ചാളി. കണ്ണടച്ചു. ഇനി ഞാൻ പറയുന്ന ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. എന്താ സങ്കല്പിക്കേണ്ടേ? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കാൻ പോകുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാരായിരിക്കും ആദ്യം കണ്ണടച്ചിട്ടുണ്ടാവുക. ചുളുവിൽ ഇന്ത്യ ഭരിക്കാൻ കിട്ടിയ സമയമല്ലേ, എല്ലാവരും അടച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറേ കഴിഞ്ഞു, അടച്ചു. ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിച്ചാൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടാൻ പോകുന്ന സമുദായം ഏതായിരിക്കും? പക്ഷേ അടച്ച ഒരാൾക്ക് ഉത്തരം കിട്ടിയില്ല. ഓർക്കറിയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഭീകരതയില്ല, ഒരു ഇന്ത്യ ഭരിക്കാനും പോകുന്നില്ല. അപ്പോൾ ഒരു ഉത്തരം പറഞ്ഞില്ല, മിണ്ടിയില്ല. മാഷ്ര മറുപടി എന്നാ ഞാൻ പറയാം, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഏറ്റവും ഭീകരമായ തോതിൽ വേട്ടയാടപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യ ഭരിക്കും, എന്നിട്ട് അവർ ഇന്ത്യയിലെ ഹിന്ദുക്കളെ വേട്ടയാടും. അത് വേട്ടയാടാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങളെല്ലാം കൂടി CPM വോട്ട് ചെയ്യണം. ഇസ്ലാം ഭീതി നിർമ്മിക്കുന്നു, മുസ്ലിങ്ങളെ അപരന്മാരാക്കി നിർത്തിക്കൊണ്ട്
അതിലെ ഒരു മതസംഘടന എന്ന നിലക്കല്ല കമ്മ്യൂണിറ്റികൾ മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിറ്റികൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവർക്കെതിരായ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയുന്നതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് മെക്സവനെ പിടിച്ചത്. ആളുകൾക്ക് അല്ലെങ്കിൽ തന്നെ ഈ രാജ്യത്ത് മലയാളികളെ കുറിച്ച് പൊതുവേ പറയുന്നത് അത്യാവശ്യം ആരോഗ്യ പ്രശ്നമുള്ളവരാണ്. എല്ലാവർക്കും എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ കൊളസ്ട്രോൾ, അല്ലെങ്കിൽ BP, അല്ലെങ്കിൽ ഷുഗർ, എന്തെങ്കിലും ഒന്ന്, മൂന്നിലൊന്ന് ഇല്ലാത്ത ഒരു മലയാളിയില്ല. അതിൻ്റെ ഇടയിലാണ് ഏതോ ഒരാൾ പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ആയിട്ട് വന്നിട്ട് ഒരു വിദ്യ പഠിച്ചു. 21 മിനിറ്റ് കൊണ്ട് കൈയും കാലും ഒക്കെ കണക്കിയ അത്യാവശ്യം അസുഖം മാറും. നല്ലൊരു കാര്യമല്ലേ? മനുഷ്യന്മാർക്ക് അസുഖം മാറി കിട്ടിയാൽ CPM-നും ഗുണമാണ്. നാളെ പ്രവർത്തിക്കാൻ കിട്ടൂലേ? പക്ഷേ മോഹന മാഷി കണ്ടുപിടിച്ച എന്താ? മോഹന മാഷി കണ്ടുപിടിച്ച് ഇതിൻ്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളാണ്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ വ്യായാമം നടക്കുക. രാവിലെ ആളുകൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ മെക്സവൻകാർ കയ്യും കാലും പൊളിക്കുന്നു. ഇത് കാണുന്നവും വിചാരിക്കുന്നു നാളെ ഇസ്ലാമിക രാഷ്ട്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കയ്യും കാണിക്കലാണ്. ഭീതി വരുത്തുകയാണ്. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരും വെൽഫെയർ പാർട്ടിക്കാരും SDP-ക്കാരും ഒക്കെ നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഇതാണ് ആരോപണം. അപ്പോൾ അവസാനം മെക്സവൻകാരാകെ പ്രശ്നമായി. ഇത് ഞങ്ങൾ ഇതൊന്നും അറിയാതെ ഈ കൈയും കാലും പൊക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മോഹന മാഷ് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നി ഇതിനകത്ത് ആരാ നുഴഞ്ഞു കയറിയത് നോക്കുമ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലയിലൊക്കെ നുഴഞ്ഞു കയറി DYFI-ക്കാരാണ്. DYFI-ക്കാർ, SFI-ക്കാരും ഒക്കെ ഈ രോഗമുള്ളവരൊക്കെ രാവിലെ പല പാർട്ടി നോക്കുമോ, പോയി എക്സർസൈസിൽ പങ്കെടുക്കാന്നല്ലാണ്ട്. അങ്ങനെയാണ് ഓര് വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ ഞങ്ങളെ വെറും നുഴഞ്ഞു കയറ്റക്കാരാക്കല്ലേ, തൽക്കാലം മെക്സവനെ വിട്ടേക്ക്. അങ്ങനെ പിന്നീട് പറഞ്ഞു മെക്സവനെ വിട്ടു, എന്നാലും അതിനെന്തോ ഒരു കുഴപ്പമുണ്ട്, ബാക്കി കൊട്ടേഷൻ പണി ചില മതസംഘടനകൾ ഏൽപ്പിച്ചു. അങ്ങനെയാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു രസകരമായ തമാശയുടെ കാര്യമായി മാത്രം കണ്ടാൽ പോരാ. സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന, സംഘർഷങ്ങളില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഇടയിൽ സംഘർഷത്തിന്റെ കാരണങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതല്ലേ RSS ചെയ്തത്? RSS എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദേശവിരുദ്ധരാണ്. അവർ ദേശവിരുദ്ധരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇല്ലാത്ത ബോംബ് സ്ഫോടനങ്ങൾ RSS തന്നെ നടത്തി. എന്നിട്ട് അതിൻ്റെ ചെലവ് മുസ്ലിങ്ങളുടെ മണ്ടക്ക് വെച്ച് കെട്ടി. അതിൻ്റെ പേരിൽ നിരപരാധികളെ ജയിലിൽ കൊണ്ടുപോയി അടച്ചു. എന്നിട്ട് ആ ബോംബ് സ്ഫോടനങ്ങളുടെ ചെലവിൽ സർക്കാരുകൾ ഉണ്ടാക്കി. അങ്ങനെയാണ് സംഘപരിവാർ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വന്നത്. ഇതേ വഴിയല്ലേ CPM സ്വീകരിക്കുന്നത്? കേരളത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന 3 മതവിഭാഗങ്ങൾക്കിടയിൽ അനൈക്യത്തിൻ്റെയും ഭീതിയുടെയും വിത്തുപാകി അതുപയോഗിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി, തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുക. ഇതല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്നിട്ട് പിണറായി വിജയൻ്റെ ഒരു മാസ് പ്രയോഗമുണ്ട്. എന്താ? 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ, ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി നിങ്ങൾക്ക് വിട്ടു, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് PC ജോർജിനും പിണറായി വിജയനും മാത്രം പേറ്റൻ്റുള്ള ചില രാഷ്ട്രീയ പ്രയോഗങ്ങളുണ്ട്. തൽക്കാലം അത് ഞാൻ എടുക്കുന്നില്ല. 4 വോട്ടിന് വേണ്ടി ഞങ്ങൾ രാഷ്ട്രീയമായി അത് ചെയ്യില്ല. യഥാർത്ഥത്തിൽ ആരാണിത് ചെയ്യുന്നത്? കേരളത്തിൽ വോട്ട് ഇങ്ങനെ ധ്രുവീകരിച്ച് വോട്ടെടുക്കുന്നതിന് വേണ്ടി എത്രയും വൃത്തികെട്ട നെറികെട്ട മാർഗങ്ങൾ സ്വീകരിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ സമകാലീന കേരള രാഷ്ട്രീയത്തിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് CPIM എന്നാണ്. എന്ന കാര്യത്തിൽ 2 അഭിപ്രായത്തിന് അവകാശമില്ല. എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? അപ്പൊ ഇന്ത്യ അവരുടെ വിഷയമല്ല. സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക വിഷയമല്ല. ഇന്ത്യ മുന്നണി ദുർബലമായാൽ പ്രശ്നമല്ല. ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർക്കെതിരെ BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ തങ്ങൾ കൂടി ചേർന്ന് ശക്തിപ്പെടുത്തുന്നു എന്ന ആശങ്ക അവർക്കില്ല. അതുകൊണ്ടാണല്ലോ പ്രിയങ്കാ ഗാന്ധിയുടെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന് പറയുമ്പോൾ അത് സംഘപരിവാർ എത്രത്തോളം ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കുമെന്ന് അറിയാത്തവരല്ലല്ലോ CPM-കാർ. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ കൊടി ചൂണ്ടിക്കാണിച്ച് പാകിസ്ഥാന്റെ കൊടി ഉയർത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതെന്ന RSSന്റെ പ്രചാരണം. അതറിയാത്തവരല്ല CPM-കാർ. എന്തുകൊണ്ടാണ് അവർ ഈ അപകടകരമായ രാഷ്ട്രീയം സ്വീകരിക്കുന്നത്? എന്തു വന്നാലും പ്രശ്നമില്ല, കേരളത്തിൽ വീണ്ടും ഭരണ തുടർച്ചയുണ്ടാകണം. ആ ഭരണ തുടർച്ച എന്തിനു വേണ്ടിയാണ്? ആരെ രക്ഷപ്പെടുത്താനാണ്? ആർക്ക് രക്ഷപ്പെടാനാണ്? എന്ന കാര്യങ്ങളിലേക്ക് തൽക്കാലം ഞാൻ കടക്കുന്നില്ല.
പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കണം, ഇത് അപകടമല്ലേ? ഇങ്ങനെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ സംസ്ഥാനത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ സംസ്ഥാനം സംഘപരിവാറിന്റെ കയ്യിലേക്ക് ചെന്നു ചേരും. സംഘപരിവാർ ഇന്ത്യയിൽ ഭൂരിപക്ഷ ഏകീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അതേ ടൂൾ അതാണ് CPM ഉപയോഗിക്കുന്നത്. ആ ടൂളിന് വിധേയനായ ഒരു വ്യക്തി, അയാൾ CPM നിൽക്കോ? ഈ ആധുനിക നമ്മുടെ മോഡേൺ മെഡിസിനിൽ, അലോപ്പതി ചികിത്സയിൽ ഒരു സിദ്ധാന്തമുണ്ട്. ഒരു രോഗത്തിനൊരു ഡോസ് എഴുതിയാൽ പിന്നെ ആ രോഗത്തിന് അതിനേക്കാൾ കുറഞ്ഞ ഡോസിൽ ചികിത്സ ഫലിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ആദ്യം ഡോസ് കുറച്ചാ തരിക, പിന്നെയും അസുഖം മാറുന്നില്ല എന്ന് കാണുമ്പോൾ ഡോസ് കൂട്ടി തരും. അതിന് വിധേയനായ ഒരു ശരീരം പിന്നെ അതിൽ കുറഞ്ഞ ഡോസ് പറ്റൂല. അതുകൊണ്ട് ഡോളോ ചിലരൊക്കെ കൈയിരിക്കുന്ന തലവേദനയോ പനിയൊക്കെ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഇന്ത്യക്കാരുടെ ദേശീയ മരുന്നുണ്ടല്ലോ ഡോളോ, അത് വാങ്ങിച്ച് 650 അടിക്കും. ഡോളോ 650 അടിച്ചാൽ പിന്നെ അതിൻ്റെ താഴെ ഒന്നും യേശൂല. പിന്നെ പനി വരുമ്പോൾ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ മേളിൽ ചിലപ്പോൾ ഡോളോ 500 എടുത്ത് തന്നാൽ യേശൂല. ഡോളോ 650 RSS. ഡോളോ 650-നെതിരെ 500-ന്റെ ഡിഗ്രിയുള്ള CPM നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ മുസ്ലിം വിരുദ്ധതയുണ്ടല്ലോ, അതിൽ പെട്ടുപോയ നിങ്ങളുടെ സഖാക്കൾ പിന്നെ 650-ലെ RSS-ലെ ചെന്ന് നിൽക്കൂ എന്ന കാര്യം കേരളത്തിലെ CPM-കാരെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് CPM പ്രവർത്തകരോട് ഞങ്ങൾക്ക് പ്രത്യേകമായ അഭ്യർത്ഥന. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ അപകടകരമായ ലൈൻ സ്വീകരിക്കുന്നവരെ തിരുത്താൻ സന്നദ്ധമാകണം. ഇല്ലെങ്കിൽ നിങ്ങളെ പാർട്ടി RSS-ൽ ചെന്ന് വിലയം പ്രാപിക്കും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം എടുത്തു നോക്കൂ. എൻ്റെ മണ്ഡലം ആലപ്പുഴ കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ CPM 3-ാം സ്ഥാനത്താണ്. അവിടെ BJP ആണ് 2-ാം സ്ഥാനത്ത്, ശോഭാ സുരേന്ദ്രൻ. ഏതൊക്കെയാണ് കേന്ദ്രം? പുന്നപ്ര, വയലാർ. ചെറുപ്പകാലത്തിൽ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ പുന്നപ്രയുടെയും വയലാറിൻ്റെയും കഥകൾ കേട്ട് വളർന്നവരാണ് ഞങ്ങൾ. ആ പുന്നപ്രയിൽ സമരഭൂമിയിൽ വാരിക്കുന്തവുമേന്തി സർസീപ്പയുടെ പട്ടാളത്തിന് നേരെ പൊരുതി മരിച്ച സഖാക്കളുടെ രക്തസാക്ഷി മണ്ഡപം നിലനിൽക്കുന്ന പുന്നപ്രയിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിൽക്കുന്ന ബൂത്തിൽ CPM 3-ാം സ്ഥാനത്താ. പിണറായി വിജയ, ഓർത്തോളൂ, വീണ്ടും ഒരിക്കൽ കൂടി താങ്കൾ മുഖ്യമന്ത്രിയാകുമെന്ന ആഗ്രഹത്തിലാണ് ഈ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ CPM-ന്റെ ശവസംസ്കാരത്തിന്റെ കാർമ്മികത്വമാണ് താങ്കൾ വഹിക്കുന്നതെന്ന് മനസ്സിലാക്കണം. സഖാക്കൾ പോവുകയാ. ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, CPM-ന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, DYFI-യുടെ ജില്ലാ പ്രസിഡന്റ് ബിബിൻ സാബു പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യിൽ ചേർന്നു. എന്താ ബിബിൻ സാബുവിന്റെ ക്ലെയിം? ആലപ്പുഴയിലെ CPM-ൽ മുസ്ലിം പ്രീണനമുണ്ട്. എന്താ കാരണം? ആലപ്പുഴയിലെ ലോകസഭാ സ്ഥാനാർത്ഥി മുസ്ലിമാണ്, AM ആരിഫ്. സഖാവായ AM ആരിഫ് 10-25 കൊല്ലമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ച് MLA ആയി, MP ആയി നിൽക്കുന്ന സഖാവിനെ സഖാവായി കാണാൻ കഴിയുന്നില്ല. ഒരു മുസ്ലിമായി മാത്രം കാണാൻ കഴിയുന്ന മനോഭാവത്തിലേക്ക് സ്വന്തം സഖാക്കളെ കൊണ്ടെറിയുന്ന കർത്തവ്യത്തിനാണ് കേരളത്തിലെ CPM ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ അപകടം നിങ്ങൾ ചെയ്യുന്നു. പലയിടത്തും പോവുകയാണ്. മധു മുല്ലശ്ശേരി, മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി, അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി ഏരിയ സെക്രട്ടറി ആകണ്ട തൽക്കാലം. അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാൻ BJP ചേരും. കുടുംബത്തോടെ BJP-യിൽ ചേർന്നു. കേരളത്തിലെ ഇടതുപക്ഷ സഖാക്കൾ പോകുന്നു. തൃശ്ശൂരിലെ അന്തിക്കാട്ട് CPയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് അന്തിക്കാട്, സമരഭൂമിയാണ് അന്തിക്കാട്. അന്തിക്കാട്ട് സഖാക്കൾ എത്രയെത്ര നേതാക്കന്മാരുണ്ട്. KP രാജേന്ദ്രൻ, VS സുനിൽകുമാർ, K രാജൻ, അങ്ങനെ ഒരുപാട് സഖാക്കളുടെ നാടാണ് അന്തിക്കാട്. അന്തിക്കാട്ട് CP ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കുത്തനെ ഒലിച്ചു പോയിരിക്കുന്നു. അത് ചെന്നു ചേർന്നിരിക്കുന്നത് BJP-യിലേക്കാണ്. ഗോവിന്ദൻ മാഷ് ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന പ്രസംഗത്തിൽ ഒരു കണക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ കണക്കെന്നറിയുമോ? തൃശ്ശൂരിൽ BJP ജയിച്ചതിൻ്റെ കാരണം UDF-ൽ നിന്നുള്ള വോട്ട് ചോർച്ചയാണ്. അതിന് അദ്ദേഹം പറയുന്ന കണക്ക് 2019 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് UDF സ്ഥാനാർത്ഥി നേടിയ വോട്ടിനേക്കാൾ
86,000 വോട്ട് കുറവാണ് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന് കിട്ടിയത്. സുരേഷ് ഗോപി ജയിച്ചത് 76,000 വോട്ടിനാ. 86,000 അങ്ങോട്ട് ചോർന്നു, 76,000 ജയിച്ചു. ഞങ്ങൾക്ക് 13,000 കൂടി. അപ്പൊ ആരാണ് അവരെ ജയിപ്പിച്ചത്? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഓ അവരെ ജയിപ്പിച്ചത് UDF ആണല്ലേ. എങ്ങനെയല്ലേ കണക്ക് മനസ്സിലാവുക? എന്നാൽ ഗോവിന്ദൻ മാഷ് പറയാത്ത 2 കണക്ക് ഞാൻ പറയാം. അത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോകസഭാ മണ്ഡലത്തിലെ 7 നിയമസഭയിലും വിജയിച്ചത് ഇടതുപക്ഷമാണ്. വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വോട്ടും ഭൂരിപക്ഷവും കണക്ക് കൂട്ടിയാൽ 2021 ഇടതുപക്ഷം നേടിയ വോട്ടിനേക്കാൾ 1.5 ലക്ഷം വോട്ട് കുറവാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. നിങ്ങളുടെ വോട്ടിന്റെ ചോർച്ച, സംഘപരിവാറിലേക്ക് പോയ വോട്ടിന്റെ ചോർച്ച മറച്ചു വെക്കാൻ അതിനു മുമ്പത്തെ കണക്കെടുക്കുക, അതിനുശേഷമുള്ള കണക്ക് ഒളിപ്പിച്ചു വെച്ച് അതിനു മുമ്പുള്ള വോട്ടിന്റെ കണക്കെടുത്ത് സ്വന്തം അനുയായികളെ തെറ്റിദ്ധരിപ്പിച്ച്, കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം തൃശ്ശൂരിലെ പൂരമാണ്. നിങ്ങൾക്കറിയാമല്ലോ തൃശ്ശൂരിലെ പൂരം. തൃശ്ശൂരിലെ പൂരം എങ്ങനെയാ കലങ്ങിയത്? പൂരം കലങ്ങിയോ കലങ്ങിയില്ലോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർപ്പായിട്ടില്ല. പിണറായി വിജയൻ പറയുന്നു പൂരം കലങ്ങിയിട്ടില്ല എന്ന്. അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ പറയുന്നു എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ പൂരം കലങ്ങിയെന്ന്. അവസാനം ചോദിച്ചു എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചേ? അപ്പോൾ പിണറായി വിജയൻ്റെ സത്യസാക്ഷ്യം, അദ്ദേഹം പറഞ്ഞു പൂരം ഒന്നും കലങ്ങിയിട്ടില്ല. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായുള്ള കുടമാറ്റം അത് തടസ്സപ്പെട്ടു. പിന്നെ പടക്കം പൊട്ടിക്കുന്ന പണിയുണ്ട്, വെടിക്കെട്ട്, അത് രാത്രിയാണ് നടക്കേണ്ടത്, പിറ്റേന്ന് പകലാണ് നടന്നത്. പിന്നെയോ ആളുകൾ കൂടി ഇന്നപ്പോൾ പോലീസ് ചെറിയൊരു ലാത്തി ചാർജ് ചെയ്തു. ഇത്രയേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ സുനിൽകുമാർ പറഞ്ഞു ഈ 3 സംഭവിച്ചതിനാണ് ഞാൻ തൃശ്ശൂർ പൂരം കലങ്ങി എന്ന് പറയുന്നത്. ബാക്കി ആളുകൾ തീരുമാനിച്ചാൽ വിട്ടേക്കുകയാണ്. അത് അന്വേഷിക്കാൻ പോയ കമ്മീഷൻ്റെ ആള് എന്താണ്, അയാൾ DGP പദവി നേടിയപ്പോൾ സുഖമായിട്ടിരിക്കുകയാണ്. കലക്കിയ ആളും കലങ്ങിയ ആളും അന്വേഷിക്കാൻ പോയ ആൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു. സുരേഷ് ഗോപിയുടെ ഈ അഭിനയം കണ്ട് കേരളത്തിന് ഇങ്ങനെ നിൽക്കേണ്ടി വന്നതിൻ്റെ പിന്നിൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് വഹിച്ച പങ്ക് എത്ര വലുതാണ് എന്ന് കേരളം മനസ്സിലാക്കണം. അദ്ദേഹത്തെ ജയിപ്പിച്ചത് കേരളത്തിലെ ഈ പോലീസാ. ആ പോലീസിന്റെ നിയന്ത്രണം പിണറായി വിജയന്റെ കയ്യിലല്ല എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. ഞങ്ങൾ 8-9 കൊല്ലമായിട്ട് പറയാണ്, പക്ഷെ ആരും സമ്മതിക്കുന്നില്ല. കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് RSS ആണ്, BJP ആണ് എന്ന് എത്രയോ വട്ടം പറയുമ്പോഴൊക്കെ CPM-കാർ പറയുന്നു ഈ വെൽഫെയർ പാർട്ടിക്കാർക്ക് കണ്ണേടിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗോവിന്ദൻ മാഷ് തിരുവനന്തപുരത്ത് ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിൽ മൂപ്പിൽ പറയുന്നു, പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ കാര്യം പഠിപ്പിക്കാം. നല്ല ക്ലാസ് ആകട്ടോ, കേൾക്കേണ്ടതാണ്, യൂട്യൂബിലുണ്ട്. അദ്ദേഹം പറയുന്നു നമ്മുടെ ജനാധിപത്യത്തിന് 3 തൂണുണ്ട്, പിന്നെ ഒന്നുകൂടി തുന്നിച്ചേർത്തോ 4 തൂണ്. അതിലൊന്ന് ലെജിസ്ലേറ്റീവ്. നമുക്ക് എന്തിനാ ഭൂരിപക്ഷം ഉള്ളത്? ലെജിസ്ലേറ്റീവിൽ. അവിടെ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് നമ്മൾ സർക്കാർ ഉണ്ടാക്കി. രണ്ടാമത്തെ തൂണ് ഏതാ? എക്സിക്യൂട്ടീവ്. ആരാ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും ഇടതുപക്ഷമാണ്, അല്ല, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നത് BJP ആണ്. ഞാൻ തന്നെ വിചാരിച്ചു ഇനി ഗോവിന്ദൻ മാഷിന്റെ പിന്നിലും ജമാഅത്തെ ഇസ്ലാമി എങ്ങാനും ഒളിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയം. വല്ലപ്പോഴെങ്ങാനും വല്ലോ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ വീട്ടിൽ കയറി വിത്തൗട്ട് ചായ കുടിച്ചോ എന്നിട്ടാണോ മൂപ്പിൽ നീ മാറ്റം ഉണ്ടായത്? അദ്ദേഹം അവിടുന്ന് നിർത്തിയില്ല. മൂപ്പിൽ 3-മത് പറയുന്നു ജുഡീഷ്യറി, അത് പണ്ടേ പോയി. 4-മത്തേത് മീഡിയ, നമ്മുടെ കൈരളി അല്ലാത്ത ബാക്കിയെല്ലാം BJP-യുടേതാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4 തൂണുള്ള ജനാധിപത്യത്തിൽ നമ്മുടെ കയ്യിൽ വല്ല തൂണുണ്ടോ? അതൊരു തൂണാണ്, നിയമസഭാ ഭൂരിപക്ഷം. നിയമസഭയിൽ BJP-ക്ക് വല്ലവരും ഉണ്ടോ? ഇല്ല. നിയമസഭയിൽ 98 ആളുള്ള ഇടതുപക്ഷത്തിന് എക്സിക്യൂട്ടീവിൽ ഒരു നിയന്ത്രണവും ഇല്ല. നിയമസഭയിൽ ഒരംഗം പോലും ഇല്ലാത്ത BJP എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു. ഇക്കാര്യം നമ്മൾ പറഞ്ഞാൽ പറയും നമുക്ക് കണ്ണേടിയാണ്. ഇത് ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ പറയും ഇത് പ്രത്യശാസ്ത്ര വിദ്യാഭ്യാസമാണെന്ന്. തൽക്കാലം നമ്മളിപ്പോൾ ഒന്നും പറയുന്നില്ല. ഗോവിന്ദൻ മാഷിൻ്റെ ക്ലാസ് കേൾക്കാനാണ് ഇപ്പോൾ ആളുകളോട് റെഫർ ചെയ്യുന്നത്. എന്നാലെങ്കിലും ആളുകൾ മനസ്സിലാക്കട്ടെ, ഗോവിന്ദൻ മാഷ് ഉള്ളതാ പറഞ്ഞത്. കേരളത്തിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത്, കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് CPM അല്ല, പിണറായി വിജയനല്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ പാറാവുകാരുണ്ടാവും, കണ്ടിട്ടില്ലേ? ഒരു തോക്കും പിടിച്ചിട്ടൊരാൾ, നമ്മൾ വിചാരിക്കും ഇയാളായിരിക്കും മൊത്തം ഈ പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നതെന്ന്. അയാളും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനാണ് ഈ സ്റ്റേഷൻ നിയന്ത്രിക്കുന്നതെന്ന്. അങ്ങനെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ മുന്നിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന പാറാവുകാരനാണ് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്നത്.
അയാൾ വിചാരിക്കുന്നു ഒന്ന് അകത്ത് നടക്കൂല, അകത്ത് വേറെ പലരും കൂടി നടക്കുന്നത്. മൂപ്പിനാകട്ടെ അവിടുന്ന് പോകാനും പറ്റൂല. അടുത്ത പാറാവുകാരൻ വരുന്നത് വരെ തോക്കടുത്തവനെ ഏൽപ്പിക്കാതെ ഇത് പോകാനും പറ്റൂല. ആ നിപ്പിലാണ് സഖാവ് നിൽക്കുന്നത്. വിഷമമുണ്ട് നമുക്കിത് കണ്ടിട്ട്. തൽക്കാലം ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് നിങ്ങളൊന്നും വിശ്രമിക്കെന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. എന്തിനാണ് നിങ്ങൾ ഈ സംഘപരിവാറിന് കേരളത്തെ ഇങ്ങനെ കൊണ്ടുപോയി താരയിൽ വെച്ച് കൊടുക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള കഥകൾ നമുക്കറിയാം. ഒരുപാട് കേസുകളുണ്ട്. 38 തവണയാണ് SNC ലാവ്ലിൻ സുപ്രീം കോടതി വിളിച്ചു മാറ്റിവെക്കുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഔദാര്യം കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസ് ഇങ്ങനെ സുപ്രീം കോടതി വിളിച്ചു മാറ്റിയിട്ടുണ്ടോ? SNC ലാവ്ലിൻ കേസുണ്ടോ? ഹാജരുണ്ടോ? CBIയുടെ വക്കീലില്ല. CBIയുടെ വക്കീൽ എല്ലാ കേസ് വിളിക്കുമ്പോൾ തലവേദന, ജലദോഷം, വീട്ടിൽ തിരക്ക്, ആള് വരുന്നില്ല. 38 തവണയായി മാറ്റിവെക്കുകയാണ്. ഈ ആനുകൂല്യം ആർക്കാണ്? പിണറായി വിജയനാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അങ്ങനെ ഒരു കേസ് ഒരു UDF നേതാവിൻ്റെ, വേറെ ഏതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവിനാണ് അങ്ങനെ ഒരു കേസെങ്കിൽ CPMന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നരേഷൻ എന്തായിരിക്കും? അവർ തമ്മിൽ ഒത്തുകളി എന്നായിരിക്കും, അല്ലേ? അങ്ങനെയല്ലേ പറയുക? ഇന്ത്യയിലെ ചില മുസ്ലിം സംഘടനകൾ RSSുമായി ഡൽഹിയിൽ ഒരു ചർച്ച നടത്തിയതിനെ കുറിച്ച് അത് മുന്നിൽ വെച്ച് അവർ തമ്മിൽ വലിയ സംബന്ധം എന്ന കഥയാണല്ലോ CPM പ്രചരിപ്പിക്കുന്നത്. 38 തവണ സുപ്രീം കോടതിയിൽ കേസ് വിളിച്ചിട്ട് മാറ്റിവെക്കുന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ RSS ബന്ധത്തെക്കുറിച്ച് എന്താണ് കേരളം പറയേണ്ടത് എന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഒരുപാട് കേസുകളുണ്ട്. SFIO കേസ്, CMRLുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി നിരവധി തവണ റിമാൻഡിൽ പോയ സ്വർണ്ണക്കടത്ത് കേസ്, ഇതെല്ലാം ആവിയായി പോയി. സുരേന്ദ്രൻ ഇവിടെ എന്താണ് കൊടകരയിൽ ഒരു കള്ളപ്പണ കേസ്, എന്താണ് കുഴൽപ്പണ കേസ്, 3.5 കോടി രൂപ. BJPയുടെ പാർട്ടി ഓഫീസിന് സെക്രട്ടറി പറഞ്ഞു, ഞാൻ ചാക്കിലാണ് ഈ നോട്ടും കൊണ്ടുപോയത്. നരേന്ദ്രമോദി കള്ളനോട്ട് പിടിക്കാനും കള്ളപ്പണം പിടിക്കാനും വേണ്ടി നോട്ട് നിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJPക്കാർ തലയിൽ നോട്ട് വെച്ചിട്ടാണ് പാർട്ടി ഓഫീസിലേക്ക് പോയത്. ആ നോട്ടൊക്കെ പിന്നീട് ചെന്നപ്പോൾ കണ്ടില്ലെന്നാണ് മൂപ്പിൽ പറയുന്നത്. ആ കേസുണ്ട്. കൊടകര കേസ് എങ്ങോട്ട് പോയി? കൊടകര കേസ് ആവിയായി. കരുവന്നൂർ കേസ് ആവിയായി. മുഖ്യമന്ത്രിയുടെ സ്വർണം ഓഫീസ് ഉൾപ്പെട്ട കേസ് ആവിയായി. വെച്ചു മാറ്റാണ്. അങ്ങോട്ടൊന്ന് കൊടുക്കുന്നു, ദാ ഞാൻ കൊടകര തന്നു. പണ്ടത്തെ ബാട്ടർ സമ്പ്രദായം പോലെയാണ്. CPM കൊടകര കൊടുക്കുന്നു, BJP കരുവന്നൂർ എടുക്കുന്നു. ഇങ്ങനെയാണ്. അങ്ങനെ കൊടുക്കലും വാങ്ങലും നടത്തി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ കച്ചവടത്തിനു പകരമായി പ്രബുദ്ധ കേരളത്തെ, നവോത്ഥാന രാഷ്ട്രീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയെ സംഘപരിവാറിന് അതിനു പകരമായി പണയം വെക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ കേരളത്തിന്റെ തെരുവിൽ വിചാരണ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ അസ്വസ്ഥരായിട്ടൊന്നൊരു കാര്യമില്ല. അതിൻ്റെ പേരിൽ ഇനി പേടിപ്പിക്കാൻ നോക്കിയിട്ട് പേടിക്കയില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സഖാവ് പിണറായി വിജയൻ, നിങ്ങളിപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ണുരുട്ടലുകളുണ്ടല്ലോ, ആ കണ്ണുരുട്ടലിൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ ഡൽഹിയിലേക്ക് ഒരു കാഴ്ചയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. CAA നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യ തലസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭത്തിന്റെ ചിത്രങ്ങൾ എടുത്തു നോക്കൂ. സത്യസന്ധമായ രാഷ്ട്രീയ ബോധത്തോടുകൂടി നിങ്ങൾ ചിത്രങ്ങൾ എടുത്തു നോക്കൂ. ഒരു ഭാഗത്ത് സംഘപരിവാറിന്റെ ഗുണ്ടകൾ, ആ ഗുണ്ടകൾക്ക് അകമ്പടി സേവിക്കുന്ന BJPയുടെ ഭരണകൂട പോലീസ്, ഡൽഹി പോലീസ്, 2 കൂട്ടരുടെയും കയ്യിൽ ആയുധമുണ്ട്, വടിയുണ്ട്, കത്തിയും വടിവാളും തോക്കുമുണ്ട്. അതെല്ലാം ചൂണ്ടിപ്പിടിച്ച് ഭീഷണിയുടെ സ്വരവുമായി ഡൽഹി അടക്കി ഭരിക്കുന്ന സംഘപരിവാറിന്റെ ഗുണ്ടകളുടെയും പോലീസിന്റെയും മുന്നിൽ വിരൽ ചൂണ്ടി നിൽക്കുന്ന പെൺകുട്ടികളുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? ആ ചിത്രത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ജന്മം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് വെൽഫെയർ പാർട്ടി എന്ന് പിണറായി വിജയൻ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ കുട്ടികളെയും അവരുടെ പ്രസ്ഥാനത്തെയും ബ്രണ്ടൻ കോളേജിലെ പേനക്കത്തി കാണിച്ച് പേടിപ്പിക്കാൻ നിൽക്കരുത് എന്ന് മാത്രം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയത്തെ തിരിച്ചുപിടിക്കണം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തിരിച്ചുപിടിക്കണം. കേരളത്തിലെ മതമൈത്രിയെ തിരിച്ചുപിടിക്കണം. മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിൽ തല്ലുന്നൊരു സംസ്ഥാനമായി കേരളം മാറാൻ പാടില്ല. അതനുവദിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് കേരളത്തോട് പറയാനുള്ളത്. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേരയിലെ വീണ്ടും എന്ന സ്വപ്നത്തിന്
കേരളത്തിന്റെ മാനവിക ഐക്യത്തെ, മതസൗഹാർദ്ദത്തെ കീഴ്പ്പെടുത്തി പണയം വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് സഖാക്കളടക്കം സ്വീകരിക്കേണ്ടുന്ന ഒരു സമയമാണിത്. ആ തിരിച്ചറിവിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് കേരളത്തിന്റെ തെരുവുകളിൽ ദൗർഭാഗ്യകരമായ ഈ സാഹചര്യത്തിലും കേരളത്തിന്റെ തെരുവുകളിൽ സംവാദങ്ങളും ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ആ നിലക്ക് ഇത്തരമൊരു ഉദ്യമത്തിന് പരിശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.